ഞാൻ ഇന്നിവിടെ ഒരു ചക്ക വരട്ടിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ട്രഡീഷണൽ വേ അല്ല, നമ്മുടെ റൈസ് കുക്കറിനകത്താണ്. അതിനാദ്യം ചെയ്യേണ്ടത് ചക്ക നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് മിക്സിയിലിട്ട് നല്ല ഭംഗിയായി അരയ്ക്കുക. പിന്നെ അതിന് വേണ്ടുന്ന സാധനം എന്ന് പറയാൻ നെയ്യ് വേണം, ശർക്കര വേണം. ശർക്കര ഉരുക്കി ഈ ചക്ക അരച്ചതും കൂടി ഈ റൈസ് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നതനുസരിച്ച് ഓഫാവും. ഇടയ്ക്ക് ഒന്ന് വെള്ളം വറ്റുമ്പോഴേ ഓഫായാൽ നമ്മൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും അത് ഓണാക്കിയിടുക. അങ്ങനെ 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ചക്ക വരട്ടിയതായിട്ട് തന്നെ കിട്ടും. ഞാൻ ചക്ക അരച്ച് ശർക്കരയായിട്ട് വരാം. ഞാൻ ഇത് അരച്ചിട്ടുണ്ട്, ചക്ക അരച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയുടെ ഇവിടെ ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിലായതുകൊണ്ട് ഇവിടെ എനിക്ക് നല്ല ശർക്കരയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഉരുക്കി അരിക്കേണ്ട കാര്യമില്ല. നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ശർക്കരയുടെ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ യാതൊന്നും ചെയ്യാനില്ല. ഇത് അടച്ചു വെക്കുക. കുറച്ച് കഴിഞ്ഞ് വരുന്ന ഉടനെ ഇത് നല്ലവണ്ണം ഉരുകി വറ്റി ഇരിക്കും. അതിന് ഇടയ്ക്ക് ചിലപ്പോൾ ഈ ഒന്ന് കട്ടിയായി പോവും. കട്ടിയാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. തെറിച്ച് 4 വശവും പോകാനോ കയ്യിൽ ഇളക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ തെറിക്കാനോ ഒന്നുമില്ല. ഇതിനി യാതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇത് ജസ്റ്റ് റൈസ് കുക്കർ ഓണാക്കുക, വെച്ചേക്കുക. ഇനി അല്ല വാമിൽ പോയാൽ, ബട്ടൺ വാമിൽ പോയി കിടന്നാൽ ഒന്നുകൂടെ നമ്മൾ കുക്കിംഗ് സ്റ്റൈലിലേക്ക് ഇട്ട് കൊടുക്കുക, മോഡിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് തന്നെ അങ്ങ് വരണ്ട് വന്നോളും. ഇനി അടച്ചു വെച്ചിട്ട് മാത്രം മതി, വേറെ യാതൊരു പണിയില്ല. ഒരു 1/2 hour കഴിയുന്ന ഉടനെ വെള്ളം വറ്റി നീറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ചക്ക വരട്ടിയതായിട്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ചക്ക വരട്ടിയത്. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ റൈസ് കുക്കറുള്ളവർ ഈസി മെത്തേഡിൽ പോവുക, അല്ലാത്തവർ ട്രഡീഷണൽ മെത്തേഡിൽ പോവുക. രണ്ടായാലും ചക്ക വരട്ടിയതിൻ്റെ സ്വാദൊന്നും വേറെ തന്നെ. ട്രൈ ചെയ്യുക.